നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് പിരിമുറുക്കങ്ങളും ആശങ്കകളും ഉള്ളതാണ് അല്ലേ? ഇത് മെല്ലെ പരാജയം, ദുഃഖം, പിന്നെ ഭൗതിക രോഗങ്ങൾക്കും കാരണമാകുന്നു. ഈ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രം പറഞ്ഞ ഒരു പരിഹാരമുണ്ട്: മൈൻഡ്ഫുൾനെസ്. ഇന്നത്തെ വീഡിയോയിൽ മൈൻഡ്ഫുൾനെസ് എന്നതിൻ്റെ ശാസ്ത്രീയ പ്രയോജനങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് ആരംഭിക്കാം. വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ്? ആദ്യം നമുക്ക് മനസ്സിലാക്കാം മൈൻഡ്ഫുൾനെസ് എന്താണെന്ന്. കാര്യം സിമ്പിളാണ്. ഇപ്പോഴുള്ള ഓരോ നിമിഷത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ, നാം ഉള്ളിടത്ത് നമ്മുടെ മനസ്സും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളിൽ പലരും ഇപ്പം ഈ ഒരു പ്രസൻറ്റിൽ ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പം നിങ്ങൾ പലരും ചിന്തിക്കുന്നത് അടുപ്പത്ത് ചോറ് വെന്തോ, അല്ലെങ്കിൽ അഴയിലിട്ട തുണി ഉണങ്ങിയോ, അങ്ങനെ ചിന്തിക്കുന്നവരാണ്. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അവർ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്ന ഇൻ്റർവെല്ലിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ആരൊക്കെ പോയി കാണണം, ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. അതായത് പാസ്റ്റിലോ ഫ്യൂച്ചറിലോ നിൽക്കാതെ നമ്മുടെ മനസ്സ് പ്രസൻറ്റിൽ നിൽക്കുന്ന അവസ്ഥയാണ് മൈൻഡ്ഫുൾനെസ്. ഇന്നത്തെ കാലത്ത് 90% ആളുകൾക്കും സത്യം പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് ഇല്ല. ബട്ട് നമുക്ക് ഈ ശീലം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും വേണ്ട ഒരു ഗുണം തന്നെയാണ്. ഇനി നമുക്ക് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഗുണവശങ്ങളെ കുറിച്ച് നോക്കാം. ഒന്നാമത്തേത്, മനസ്സിനെ ശാന്തമാക്കുന്നു. ഭയം പോലെയുള്ള നമ്മുടെ ആശങ്കകൾ ഇല്ലാതാക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. മൈൻഡ്ഫുൾനെസ് നിങ്ങളുടെ ചുറ്റുപാടുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അതായത് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിവിടാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നു. ഇതുവഴി ഡിപ്രഷൻസൊക്കെ ഒഴിവാക്കാൻ ഒരു പരിധിവരെ നിങ്ങളെ സഹായിക്കും. മൂന്നാമത്തെ മെറിറ്റ്, മനസ്സിനെയും ശരീരത്തെയും ഉത്തേജിപ്പിക്കുന്നു. മൈൻഡ്ഫുൾനെസ് കാരണം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഉച്ചമയക്കം പോലെയുള്ള ദുശ്ശീലങ്ങൾ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. അടുത്ത പോയിന്റ്, ക്രോണിക് പെയിൻ മാനേജ്മെൻറ്റ്. ദൈർഘ്യമേറിയ പെയിൻ അനുഭവിക്കുന്നവർക്ക് മൈൻഡ്ഫുൾനെസ് സഹായകമാണെന്ന് ശാസ്ത്രം തെളിയിക്കുന്നു. ഇത് പെയിനിൻ്റെ മാനസിക ഭാരം കുറയ്ക്കുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു. അടുത്ത മെറിറ്റ്, മാനസികാരോഗ്യ ചികിത്സയിൽ സഹായിക്കുന്നു. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഡിപ്രഷൻസ് കുറയ്ക്കാൻ ഈ ഒരു മൈൻഡ്ഫുൾനെസ് സഹായകമാണെന്ന്. അതേപോലെ തന്നെ ഡിപ്രഷൻസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ആൻറ്റി ഡിപ്രഷൻസ് ആയിട്ട് ഈ മൈൻഡ്ഫുൾനെസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് മൈൻഡ്ഫുൾനെസ് ആരംഭിക്കാനുള്ള എളുപ്പവഴികൾ നോക്കാം. മൈൻഡ്ഫുൾനെസ് ആരംഭിക്കുന്നതിന് നമുക്കൊരാഗ്രഹം ഉണ്ടായിരിക്കണം. ഇനി പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു പ്രാക്ടീസ് സെലക്ട് ചെയ്യുക. അത് ദിവസവും പ്രാക്ടീസ് ചെയ്യുക. എൻഗേജിങ് മൈൻഡ്ഫുൾ വാക്കിംഗ്. ഒരു പ്രകൃതിദത്തമായ സ്ഥലത്തുകൂടെ പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് നടക്കുക. പ്രാക്ടീസ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. ഭക്ഷണ സമയത്ത് TV, ഫോൺ എന്നിവ ഒഴിവാക്കി വളരെ പതുക്കെ ഭക്ഷണം അതിൻ്റെ ടേസ്റ്റും സ്മെല്ലും എല്ലാം ആസ്വദിച്ച് കഴിക്കുക. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്കുള്ള എല്ലാത്തിനോടും നമ്മൾ നന്ദി പറഞ്ഞ് ശീലിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടായിരിക്കുക. ഒരു ഡേ അവസാനിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡിലൂടെ ആവണം. ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇന്നുണ്ടായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഒരു ഡേ അവസാനിക്കേണ്ടത്. യൂസ് ഗൈഡഡ് മെഡിറ്റേഷൻ ആപ്സ്. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആപ്പുകൾ ഇന്ന് ലഭ്യമാണ്. കാം, ഹെഡ് സ്പേസ് പോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ യൂട്യൂബ് സെഷൻസ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ബ്രീത്തിങ് എക്സസൈസ്. ശാന്തമായ സ്ഥലത്തിരുന്ന് കണ്ണുകളടച്ച് ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് മൈൻഡ്ഫുൾനെസ് ഉണ്ടാകുന്നതിന് വളരെ ഉപകാരപ്പെടും.
മൈൻഡ്ഫുൾനെസ് നമ്മുടെ സ്ട്രെസ്സിനെ 40% കുറയ്ക്കുകയും ഇമോഷണൽ വെൽബീയിങ്ങിനെ 30% കൂട്ടുകയും ഫോക്കസിനെ 20% കൂട്ടുകയും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ 10% മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മൈൻഡ്ഫുൾനെസ് എന്നത് ഒരു പ്രാക്ടീസാണ്, അല്ലാതെ ഒരു പെർഫെക്ഷൻ അല്ല. നമ്മുടെ മൈൻഡ് നമ്മുടെ കൈവിട്ടു പോകുമ്പോൾ അതിനെ നമ്മളിലേക്ക് തന്നെ എത്തിക്കാനുള്ള ഒരു പ്രാക്ടീസാണ് മൈൻഡ്ഫുൾനെസ്. അപ്പോൾ ഇതൊക്കെയാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ശാസ്ത്രീയമായ പ്രയോജനങ്ങൾ. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഇത് വലിയ മാറ്റം തരും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.